നമസ്കാരം. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് പറയുന്നത് ഉത്തരനക്ഷത്രം. ഉത്തരനക്ഷത്രത്തെക്കുറിച്ച് അറിയേണ്ട കാര്യങ്ങളാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. അതിനു മുന്നേ എന്ന് പറയട്ടെ, ഇതൊരു പൊതുവായിട്ടുള്ള ഫലമാണ്. ഉത്തരനക്ഷത്രത്തെക്കുറിച്ചുള്ള പൊതുവായൊരു ഫലം മാത്രമാണ്. ശരിക്കും നിങ്ങളുടെ പൂർണ്ണമായിട്ടുള്ളൊരു ഫലം അറിയുന്നതിന് വേണ്ടി നിങ്ങളുടെ ജാതകം കൂടി പരിശോധിക്കുന്നതിലൂടെയാണ് യഥാർത്ഥമായൊരു നമുക്ക് ഫലം ലഭിക്കുന്നത്. ഇതിപ്പോൾ നമ്മൾ പൊതുവായിട്ടുള്ള ഉത്തരനക്ഷത്രത്തെക്കുറിച്ചുള്ള പൊതുവായിട്ട് നമ്മൾ പറയാറുള്ള ഫലങ്ങളാണ് ഞാനിവിടെ പറയുന്നത്. അതായത് ഉത്തരനക്ഷത്രത്തിൻ്റെ 27 നക്ഷത്രങ്ങളിൽ 12ാമത്തെ നക്ഷത്രമാണ് നമ്മുടെ ഉത്തരനക്ഷത്രം. ഉത്തരനക്ഷത്രത്തിൽ ജനിക്കുന്നവർ ആയോധന വിദ്യയിൽ പ്രഗത്ഭരും സംഭാഷണത്തിൽ ആകർഷണീയത പുലർത്തുന്നവരുമായിരിക്കും. എന്തും സഹിക്കാനുള്ളൊരു കഴിവ് ഇവരുടെ പ്രത്യേകതയാണ്. പൂർവികമായ ആചാര്യന്മാരുടെ അഭിപ്രായപ്രകാരം ഉത്തരനക്ഷത്രത്തിൽ ജനിക്കുന്നവർ സമൂഹത്തിലോ തൊഴിലോ ഉന്നത പദവിയിലെത്താം എന്നൊരു വിശ്വാസം തന്നെ നിലവിലുണ്ട്. ഒരു കൂട്ടം ജനതയുടെ ഇടയിൽ നായകത്വം പ്രകടിപ്പിക്കാവുന്ന സന്ദർഭങ്ങൾ ഇവരുടെ ജീവിതത്തിലുണ്ടാവാം. ഒരുപാട് ശത്രുക്കൾ ഇവരുടെ ജീവിതത്തിലുടനീളം വന്നു ചേരാം. സത്യസന്ധതയും സദാചാരനിഷ്ഠയും പുലർത്തുന്നവരായിരിക്കും ഉത്തരനക്ഷത്രക്കാർ. കന്നിക്കൂറായ ഉത്തരനക്ഷത്രക്കാർ അധ്യാപനം, ഓഡിറ്റിങ്, വക്കീൽ, ബാങ്ക് ജീവനക്കാർ ചെയ്യുന്നവർ, അവർക്കൊക്കെ തൊഴിലിൽ ശോഭിക്കാൻ സാധിക്കും. ധാരാളം പണം അതിലൂടെ അവർക്ക് സമ്പാദിക്കാനും സാധിക്കുന്നതാണ്. ചിങ്ങത്തിൽ കാലും കന്നിയിൽ മുക്കാലും ചേർന്നാണ് ഈ ഉത്തരനക്ഷത്രം നമുക്ക് വരുന്നത്. അതായത് ചിങ്ങത്തിൽ ഒരു പാദവും കന്നിയിൽ 3 പാദവും ചേരുന്നതാണ് ഉത്തരനക്ഷത്രം. ഇവിടെ ഉത്തരനക്ഷത്രത്തിൻ്റെ ദശാനാഥൻ വരുന്നത് സൂര്യനാണ്. ഏകദേശം ബാല്യത്തിലവർക്ക് 3 വർഷത്തോളം ഏകദേശം ഉത്തരനക്ഷത്രക്കാർക്ക് സൂര്യദശ അനുഭവപ്പെടാറുണ്ട്. ഉത്തരനക്ഷത്രക്കാർ ആദ്യത്തിന് അതായത് സൂര്യനെ ആരാധിക്കുന്നത് വളരെ നല്ല ഫലങ്ങൾ ജീവിതത്തിൽ വന്നു ചേരുന്നതിന് ഇടയാക്കും. സൂര്യ നമസ്കാരം ചെയ്യുന്നതും അത്യുത്തമമാണ്. ഞായറാഴ്ച ദിവസങ്ങളിൽ ശിവക്ഷേത്രങ്ങൾ ദർശനം നടത്താം. മഹാദേവനെ ഉപാസിക്കുന്നതും വളരെ നല്ലതായിരിക്കും. ഉത്തരനക്ഷത്രക്കാർക്ക് പ്രായോഗിക ബുദ്ധി കൂടുതലായിരിക്കും. ഒന്നുകൊണ്ടും മനസ്സ് മടുക്കുന്ന പ്രകൃതക്കാരല്ല ഇവർ. ആരെയും ഉപദ്രവിക്കാൻ ഉത്തരനക്ഷത്രക്കാർക്ക് ഇഷ്ടപ്പെടുന്നില്ല. നേരത്തെ പറഞ്ഞതുപോലെ വിദ്യാഭ്യാസ മേഖല തിളങ്ങാനും ധാരാളം പണം വന്നു ചേരാനും ഇവർക്ക് സാധിക്കുന്നതാണ്. ജീവിതത്തിൻ്റെ ആരംഭഘട്ടത്തിൽ തന്നെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ ഉത്തരനക്ഷത്രക്കാർ നിർബന്ധിതരാകുന്നതാണ്. തന്നെ ആശ്രയിച്ച് നിൽക്കുന്നവരോട് എന്നും സ്നേഹം നിലനിർത്താനും അവരെ സഹായിക്കാനും ഉത്തരനക്ഷത്രക്കാർ മടിക്കാറില്ല. സാഹിത്യരചന തുടങ്ങിയ കലാപരമായും ഉത്തരനക്ഷത്രക്കാർക്ക് ശോഭിക്കാവുന്നതാണ്. ജീവിതത്തിൽ ഉദരരോഗം ഇടയ്ക്കിടെ ബുദ്ധിമുട്ടിച്ചേക്കാം ഇവർക്ക്. എന്നിരുന്നാലും ആരോഗ്യം പൊതുവെ മെച്ചപ്പെട്ടതായി തന്നെ നിലനിൽക്കും. ഗൗരവപരമായിട്ടുള്ള രോഗപീഠകളൊന്നും ഉണ്ടായെന്ന് വരില്ല. ആകർഷകമായ സംഭാഷണ രീതി കൊണ്ട് എല്ലാവരുടെയും സ്നേഹ ബഹുമാനങ്ങൾ നേടിയെടുക്കാൻ ഉത്തരനക്ഷത്രക്കാർക്ക് സാധിക്കുന്നതാണ്. ഉത്തരനക്ഷത്രത്തിലെ ചിലരെങ്കിലും വിവാഹത്തോട് വിരക്തി പ്രകടിപ്പിച്ചേക്കാം. അതായത് ചിങ്ങക്കൂറിലെ ഉത്രം കാൽ, അതായത് ഉത്രം പാദം 1 വരുന്നവരാണ് അധികം കണ്ടുവരുന്നത്. ഇവർ കുറച്ചധികം വൈകിട്ടൊക്കെ വിവാഹം കഴിക്കാൻ സാധ്യത ഏറെയാണ്. പൊതുവെ സ്നേഹമുള്ള ജീവിത പങ്കാളിയായിരിക്കും ഉത്തരനക്ഷത്രക്കാർക്ക് ലഭിക്കുന്നത്. സത്സന്താനങ്ങൾ ലഭിക്കുന്നതിനും അവരുടെ സ്നേഹവും കരുതലും വാർദ്ധക്യകാലത്ത് അനുഭവിക്കാനുമുള്ള ഭാഗ്യം ഉത്തരനക്ഷത്രക്കാർക്ക് വന്നു ചേർന്നതാണ്. കന്നിക്കൂറുകാരായ ഉത്തരനക്ഷത്രക്കാർ സൂര്യനൊപ്പം ബുധനെയും ഉപാസിക്കുന്നത് നല്ലതാണ്. ബുധനാഴ്ച ദിവസങ്ങളിൽ കൃഷ്ണനെയോ മറ്റു മഹാവിഷ്ണുവിൻ്റെ മറ്റു അവതാരങ്ങളെയോ ദർശനം നടത്തുന്നതും ഉചിതമായിരിക്കും. ഗായത്രി മന്ത്രം പലപ്പോഴായിട്ട് ജപിക്കുന്നത് ജീവിതത്തിലെ നന്മകൾ, ഭാഗ്യങ്ങൾ എന്നിവ വന്നു ചേരുന്നതിന് നല്ലതായിരിക്കും. ഉത്തരനക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ പൊതുവെ സുന്ദരികളും സൽസന്താനങ്ങളുള്ളവരുമായിരിക്കും. സംഭാഷണത്തിൽ ആകർഷണീയത ഇവർക്ക് എടുത്തു പറയേണ്ട ഒരു തന്നെയാണ്. സൽക്കർമ്മങ്ങൾ ചെയ്യുന്നതിലും പുണ്യം നേടുന്നതിലും ഉള്ള ഒരു സ്വഭാവം ഇവരിലുണ്ടായിരിക്കും. ശാസ്ത്ര വിദ്യയിൽ ഇവർ വളരെയധികം വിജയിക്കും. അതുപോലെ കന്നിക്കൂറിൽ ഉള്ള ഉത്തരനക്ഷത്രക്കാർ ആയിട്ടുള്ള സ്ത്രീകൾ ബിസിനസ് കാര്യങ്ങളിൽ കൂടുതൽ ശോഭിക്കാൻ അവർക്ക് താല്പര്യമുണ്ടാകും. അതുപോലെ അവർക്കത് വിജയിക്കുവാനും ശോഭിക്കാനൊക്കെ സാധിക്കും. പിന്നെ ചിങ്ങക്കൂർ
ഉത്തരനക്ഷത്രക്കാർ ചിങ്ങക്കൂർ വരുന്ന ഉത്തരനക്ഷത്രക്കാർക്ക് പാചക തൊഴിലിലും കെമിസ്ട്രി ബന്ധപ്പെട്ട തൊഴിലുകൾ, ആനിമേഷൻ ആൻഡ് മീഡിയ വിഭാഗത്തിൽ, ബിൽഡിംഗ് ബന്ധപ്പെട്ട തൊഴിലുകൾ എന്നിവയൊക്കെ ശോഭിക്കാവുന്നതാണ്. ഉത്തരനക്ഷത്രക്കാരുടെ കുട്ടികൾ ധീരതയുള്ളവരും ധൈര്യമുള്ളവരും സാഹസിക മനോഭാവം പ്രകടിപ്പിക്കുന്നവരും ദൈവഭക്തി, ഗുരുഭക്തി എന്നിവ ഉള്ളവരുമായിരിക്കും. സ്വപ്രയത്നത്താൽ മുന്നോട്ട് വന്ന് ധാരാളം ശിക്ഷകണങ്ങളും അനുയായികളും ഉത്തരനക്ഷത്രക്കാർക്ക് ഉണ്ടായിരിക്കുന്നതാണ്. സൂര്യൻ്റെ നക്ഷത്രമായതിനാൽ പ്രത്യേകിച്ച് ഒന്നാം പാദത്തിൽ, അതായത് ഉത്തരം ഒന്നാം പാദത്തിൽ ജനിച്ചവർ ആത്മീയമായിട്ട് ചിന്തിക്കുന്നവരാകാൻ സാധ്യത വളരെ കൂടുതലാണ്. ഉത്തരനക്ഷത്രത്തിൻ്റെ മൂന്നാം പാദത്തിൽ വരുന്നത്, അതായത് കന്നിക്കൂറുകാർ ഗ്രഹത്തിൽ സഹോദരരുമായിട്ട് കലഹമുണ്ടാകാതെ നോക്കുന്നത് വളരെ നല്ലതായിരിക്കും. ഉത്തരനക്ഷത്രക്കാരുടെ മറ്റൊരു പ്രത്യേകത നീതിക്ക് നിരക്കാത്ത കാര്യങ്ങൾ കണ്ടാൽ പ്രതികരിക്കുകയും ചെയ്യുന്ന ഒരു സ്വഭാവക്കാരാണ് ഇവർ. 13 വയസ്സ് വരെ ഉത്തരം നക്ഷത്രക്കാർക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ കുറഞ്ഞും കൂടിയും അനുഭവപ്പെട്ടേക്കാം. ഒരു 13-20 വയസ്സ് വരെ ധൈര്യം, വീര്യം എന്നീ സ്വഭാവങ്ങൾ പ്രകടിപ്പിക്കും. സാഹസിക മനോഭാവം കൂടുകയും ചെയ്യും. ശരീരത്തിൽ മുറിവ്, ചതവ് എന്നിവ സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു സമയമാണിത്. നമ്മൾ ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. 20 വയസ്സ് മുതൽ 38 വയസ്സ് വരെ മനക്ലേശം, ശത്രുപീഡ എന്നിവ ഉണ്ടായിരിക്കും. നാഗദോഷങ്ങൾ ഏൽക്കാതെ നോക്കണം, ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. 38 വയസ്സ് മുതൽ 54 വയസ്സ് വരെയുള്ള ഒരു സമയം ഏറ്റവും ഉയർച്ച ഉണ്ടാകുന്ന സാമ്പത്തിക നേട്ടങ്ങളും പദവികളും ഒക്കെ വന്നു ചേരാവുന്നൊരു സമയം കൂടിയാണ് ഈ 38 വയസ്സ് മുതൽ 54 വയസ്സ് വരെയുള്ള ഈ ഒരു സമയം. അതുപോലെ ചിങ്ങക്കൂർ ഉത്തരനക്ഷത്രക്കാർ ശിവക്ഷേത്രങ്ങളിൽ എല്ലാ ഞായറാഴ്ചയും ദർശനം നടത്തുന്നതും ധാര കഴിപ്പിക്കുന്നതും വളരെ നല്ലതായിരിക്കും. കന്നിക്കൂറുകാരായിട്ടുള്ള ഉത്തരനക്ഷത്രക്കാരാണെങ്കിൽ ശിവക്ഷേത്ര ദർശനം, ധാരം ഇവയ്ക്ക് പുറമെ ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിൽ ബുധനാഴ്ചകളിൽ ദർശനം നടത്തി ഭാഗ്യസൂക്തം വഴിപാട് ചെയ്യുന്നതും വളരെ നല്ല ഗുണങ്ങളുണ്ടാക്കാനായിട്ട് സാധിക്കും അതിലൂടെ. ഇനി നമുക്ക് ഉത്തരനക്ഷത്രത്തിൻ്റെ മറ്റു കാര്യങ്ങൾ നോക്കാം. ഉത്തരനക്ഷത്രത്തിൻ്റെ ദേവത വരുന്നത് ഭഗനാണ്, മനുഷ്യഗണമാണ്. ഉത്തരനക്ഷത്രത്തിൻ്റെ മൃഗം വരുന്നത് ഒട്ടകമാണ്, ഭൂതം അഗ്നിയാണ്, പക്ഷി കാകനും, വൃക്ഷം ഇത്തിയുമാണ്. ഉത്തരനക്ഷത്രത്തിൻ്റെ കുറിച്ചുള്ള ആദ്യത്തെ വീഡിയോയുടെ നമ്മൾ അവസാനിക്കുകയാണ്. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ വീണ്ടും കാണാം. ഉത്തരനക്ഷത്രക്കാരായിട്ടുള്ള എല്ലാവർക്കും ജീവിതത്തിൽ സന്തോഷങ്ങൾ നിറഞ്ഞൊരു നിമിഷങ്ങൾ കടന്നു വരട്ടെ എന്ന പ്രാർത്ഥനയോടെ ഇന്നത്തെ വീഡിയോ നമുക്ക് അവസാനിപ്പിക്കാം. നാളെ നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.